സന്ദീപ് വാര്യരുടെ ഈ പൊടുന്നനെയുള്ള കോൺഗ്രസ് പ്രവേശനത്തിൽ അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടുകാർക്ക് പറയാനുള്ളത് എന്താണ്? പാലക്കാട്ടുകാരുടെ മനസ്സിലെന്ത് നോക്കാം. പൊതുജനം സ്പീക്കിംഗ്. പ്രയാസാണ് ഗുണമുണ്ടാവില്ല. ആർക്ക് ഗുണമുണ്ടാവില്ല? ജനങ്ങൾ ഗുണമുണ്ടാവില്ല. സന്ദീപ് വാര്യർക്ക് ഗുണമുണ്ടാവും. അയാൾക്ക് ചിലപ്പോൾ ഗുണമുണ്ടായിക്കോ. നല്ല തന്നെ, നല്ല തീരുമാനം. ആര് വന്നാലും നമുക്ക് കിട്ടുന്നത് കിട്ടിയാൽ മതി. ചേട്ടൻ കോൺഗ്രസ് ആണോ? അങ്ങനെ പറയാം. അതുപോലെ അല്ല, നമുക്ക് കിട്ടിയ ജനങ്ങളായിട്ട് പറഞ്ഞു. ആര് ഭരിച്ചാലും നല്ലത് ചെയ്താൽ മതി. അത് നമ്മൾ അത് മോശമല്ലേ? പുള്ളി അവിടെ നിന്ന് അവിടെ BJP പ്രതിനിധീകരിച്ച് വർക്ക് ചെയ്തിട്ട് പെട്ടെന്ന് പാർട്ടി മാറുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നിലപാടില്ലാത്തൊരു സംഭവമായി പോയെന്നാണ് അഭിപ്രായം. അതിപ്പോൾ മാറിയോ ഇല്ലയോ എന്നല്ല, നമുക്ക് നല്ലത് ചെയ്യുന്നത് എവിടെയാണെങ്കിലും നല്ലതല്ലേ. പിന്നെ പാർട്ടി എന്നല്ല, സ്വതന്ത്രനാണെങ്കിലും നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവരെയാണ് നമ്മൾ പ്രതിനിധീകരിക്കുന്നത്. സന്ദീപ് വാര്യർക്ക് ഗുണമുണ്ടാവും, അല്ലാതെ പ്രത്യേകിച്ച് കോൺഗ്രസിന് സന്ദീപ് വാര്യനെ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകുമോ? ജനങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടാവും? ജനങ്ങൾക്ക് ആര് വന്നാലും ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല. നല്ല അഭിപ്രായം. കുറെ വോട്ട് അദ്ദേഹത്തിന് കിട്ടും. പിന്നെ അടുത്ത ഈ ഇലക്ഷൻ ആർക്ക് കിട്ടുമെന്നാണ്? സന്ദീപ് വാര്യർക്ക് കിട്ടുമെന്നാണ്, അല്ലെ കോൺഗ്രസ് സന്ദീപിന് കിട്ടും? വസന്തിന് നിന്നാൽ അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം എന്തെങ്കിലും ഓഫറില്ലാന്ന് വരില്ലല്ലോ. ഓഫർ ഇട്ടിങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് കുറെ വോട്ട് കിട്ടും. നല്ല അഭിപ്രായമാണ്. നല്ല അഭിപ്രായമാണ്. സന്ദീപ് വാര്യർ അറിയാവോ? സന്ദീപ് വാര്യർ അറിയില്ല, പറയണ ന്യൂസിൽ കണ്ടിട്ടുണ്ട്. BJP നേതാവാണ്. BJP നേതാവാണ്. അതായത് രാഹുൽ മാങ്കൂട്ടം എനിക്ക് ഭയങ്കര കാര്യമാണ്. ഷാഫിഖിൻ്റെ അതേ റൂട്ടിൽ പോകുന്ന ഒരാളാണ്. അവരിലേക്കാണ് ഇപ്പോൾ സന്ദീപും കൂടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് പാലക്കാട് ജയിക്കുന്ന ഒരു ഉറപ്പുണ്ട്. സന്ദീപിന്റെ വരവ് കോൺഗ്രസിന് ഗുണം ചെയ്യും. വളരെ നല്ല അഭിപ്രായം. കാരണം സന്ദീപ് വാര്യർ BJPയുടെ ഒരു സ്പോക്സ് പേഴ്സൺ ആയിരുന്നില്ലേ. അതായത് എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന ഒരു മാധ്യമത്തിൽ ശ്രദ്ധ നേടിയൊരു ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ പാർട്ടി വിട്ട് അതിൻ്റെ നയങ്ങളെ ഉപേക്ഷിച്ച് കോൺഗ്രസിലേക്ക് വരുന്ന സമയത്ത് അത് ഹാർദവമായിട്ട് സ്വീകരിക്കല്ലേ വേണ്ടത്. കോൺഗ്രസിന് ഗുണം ചെയ്യും വരവ്. കോൺഗ്രസിന് ഗുണം ചെയ്യും. ആർക്ക് ഗുണം ചെയ്തു എന്നറിയാൻ നമുക്കെന്തായാലും 23-ാം തീയതി വോട്ട് എണ്ണുന്നത് വരെ കാത്തിരിക്കാം. 23-ാം തീയതി ഒരു 11-12 മണിയാകുമ്പോൾ അറിയാം ആരെങ്ങോട്ട് പോയതാണ് ഗുണം ചെയ്തത്. സരിൻ പോയതാണോ, സന്ദീപ് പോയതാണോ, അതോ ഇനി ആരെങ്കിലും ഒക്കെ പോകാൻ പോകുന്നതാണോ എന്നതറിയാൻ നമുക്ക് കാത്തിരിക്കാം.